എനിക്ക് പ്രിയ ഒന്ന് കാണണം. ഗേറ്റ് ഒന്ന് തുറക്കൂ. പ്രിയയെ ഇപ്പൊ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് പോകാം. പ്ലീസ്, എനിക്ക് കണ്ടേ പറ്റൂ. നിങ്ങളെ തന്നെ കാണണ്ടെന്ന് അവള് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറയണത് മനസ്സിലാക്കൂ. സാർ, പ്രിയ വന്നില്ലേ? വന്നില്ല സാർ. ഈ കാറ് തിരികെ തന്നിട്ട് പോകാൻ പറഞ്ഞു. അതെന്താ? അതെനിക്കറിയില്ല സാർ. താക്കോല് കാറിലുണ്ട്. ഈ ലെറ്റർ തരാൻ പറഞ്ഞു. എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ലവറാണെന്നാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചത്. പക്ഷേ ഏറ്റവും മികച്ചൊരു ചതിയനാണ് നിങ്ങളെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. എനിക്കതെല്ലാം ബോധ്യപ്പെടുത്തി തന്ന സ്വപ്നയോട് എനിക്ക് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തന്ന സമ്മാനവും ഞാൻ തിരിച്ചു തരുന്നു. നിങ്ങൾ തന്ന കാർ. ശരി, നാളെ കാണാം. നിങ്ങളെന്താ കോളേജില്? വീട്ടിൽ വരാത്തെ? വാ ആന്റി, നമുക്ക് വീട്ടിൽ പോവാം. ഡാഡി എങ്ങനെയുണ്ട്? വാ, വീട്ടിൽ വന്ന് നോക്ക്. ഞാൻ വേറെ ദിവസം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നേ. കോളേജിൽ നിന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നതാ. ഡാഡി, വന്ന് ഡാഡി വളരെ മോശമായി. നമ്മള് വേറെ വീട്ടിൽ ജനിച്ചാ മതിയായിരുന്നു. പ്രിയോട് നീ എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാൻ പോന്നെ? ഇതിനാണോ ഇതിനാണോ ഇതിനാണോ? പ്രിയോട് എന്നെ കുറിച്ച് എന്താ നീ പറഞ്ഞത്? ഐ ലവ് അഴകപ്പന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? സത്യമല്ലേ പറഞ്ഞത്? എന്ത് സത്യം? ഞാൻ ലവ് ചെയ്യുന്നുണ്ടോ നിന്നെ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന സത്യമല്ലേ? നിന്റെ ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഇനി മേലിൽ എന്റെ കൺവെട്ടത്തങ്ങ നിന്നെ കണ്ടുപോയാ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. തിരിച്ചു പോവാൻ ബസ് ചാർജും കൂടി തരാതെ ഇങ്ങനെ പറ്റിച്ചിട്ട് പോയല്ലോ. പിള്ളേരൊന്നും കഴിച്ചില്ലേ? ഇല്ല സാർ, കഴിക്കത്തില്ലെന്ന് വാശി പിടിക്കുക. എന്താ കഴിക്കുന്നില്ലേ? ഇല്ല. എന്താ? വിശപ്പില്ലെന്ന് കളവ് പറയണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. എന്ത് ആഹാരോ? വീട്ടിൽ നിന്ന് സ്വപ്നാന്റി ഇറക്കിവിട്ട് ഇഷ്ടമായില്ല. അവള് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഇറക്കി വിട്ടത്. എന്ത് തെറ്റ് ചെയ്തെന്നാ? അതിനിപ്പോ നിങ്ങൾക്കെന്താ? ഞങ്ങളുടെ മമ്മിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അത് തെറ്റാ? ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല. ഇല്ല, പറ്റില്ല. വാ വാ വാ, വന്ന് കഴിക്കേ. വാടാ. മമ്മി വേണം. നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്. ഞാനും കഴിക്കുന്നില്ല. ലാളിച്ച് വഷളാക്കി. ഡോക്ടർ ജാനകിയാ സംസാരിക്കുന്നത്. സ്വപ്ന രാത്രി വീട്ടിൽ വന്നില്ല. സ്വപ്ന വീട്ടിൽ വന്നില്ലേ? സാർ, സാർ, കുട്ടികളൊന്നും കാണുന്നില്ല. കുട്ടികളോടെ പോയി? പാൽ കൊടുക്കാൻ പോയപ്പോൾ ആരും കാണുന്നില്ല. വീട്ടിലെല്ലായിടം തെരഞ്ഞു. ആനന്ദ്, ബേബി, സാർ, വീടിന്റെ പുറത്തും ഞാൻ നോക്കി. വിഷമിക്കാതെ, കണ്ടുപിടിക്കാം. യെസ്, എസ് സംസാരിക്കുന്നത്. എന്തോന്ന്? അങ്ങനെയാണോ? ഉടനെ വരാം. സാറ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്വപ്ന എന്ന് പറഞ്ഞ പെണ്ണ് വയസ്സെത്ര?
18. സർ, അതേ പ്രായത്തിലൊരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിലുണ്ടെന്ന്. രാത്രി ഇലക്ട്രിക് ട്രെയിന് മുമ്പിൽ വന്ന് ചാടിയതാ. നിങ്ങൾ വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നോ? ഇതല്ല. കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് സാറ് പറയുന്നത്. സാധ്യതയുണ്ട്. എന്തായാലും സംശയം തീർക്കുന്ന നല്ലതല്ലേ? ഇറങ്ങി വാ എല്ലാരും. നീ എപ്പോ ഒന്ന് കാരണത്ത് കയറി? മഴയ്ക്ക് മുന്നേ വന്നു. പിള്ളേരെ വിട്ട് പിരിയാൻ മനസ്സില്ല. നിങ്ങളെ വിട്ട് പിരിഞ്ഞാൽ എനിക്ക് ജീവനേ ഉണ്ടാവില്ല. അടിച്ചോടിച്ച നായ വീണ്ടും യജമാന്റെ അടുത്ത് വരുന്ന പോലെ ഞാനും വന്നു. അപ്പോഴാ മഴ വന്നത്. എന്നെ കണ്ട് പിള്ളേർ ഓടി വന്നു. അപ്പൊ ഞാൻ വീട്ടിനകത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വീട്ടിൽ പോയില്ല എന്ന് പറഞ്ഞു കാറിനകത്ത് വന്ന് കിടന്നു. ചെന്ന് മുത്തശ്ശോട് വിളിച്ചോറ. ചെല്. കാറിനുള്ളിൽ കയറിയിരിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു? സോറി ഫോർ ദ ട്രിപ്പിൾ. താങ്ക് യു മിസ്റ്റർ സെൽവരാജ്. എന്തിനാ നിങ്ങൾ എന്നെ കഷ്ടപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റായത്? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ വെറുക്കുന്നത്? നിങ്ങളെ അടിക്കാൻ എന്തെങ്കിലും ഈ കൈ നോങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ പറയടാ. ഇന്നലെ ഒരേ ഒരു പ്രാവശ്യം മാത്രം കൈ ഉയർത്തി, പക്ഷെ അടിച്ചില്ല ഞാൻ. പറ്റിപ്പോയി. അതിന് വേണമെങ്കിൽ എൻ്റെ കൈ വെട്ടിക്കളാ. എന്താ ഇങ്ങനെ പറയുന്നത്? പഠിപ്പ്, ഭക്ഷണം, ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനെന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഇന്നവരെ? നിങ്ങൾ ചോദിച്ചെല്ലാം വാങ്ങി തന്നിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് ഡാഡി മാത്രമല്ല, മമ്മിയും കൂടെ ആയിരുന്നല്ലോ ഇതുവരെ. ഞങ്ങക്ക് മമ്മിയെ വേണം. സ്കൂൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും മമ്മിയുണ്ട്, ഞങ്ങൾക്ക് മാത്രം മമ്മിയില്ല. ഈ വീട്ടില് സ്വപ്നാൻഡി മമ്മിയായിട്ട് വന്നാൽ എന്താ? അതുമാത്രം ഡാഡി സമ്മതിക്കാത്തത് എന്താ? സ്വപ്ന നിങ്ങൾക്ക് മമ്മിയായിട്ട് വരണമെങ്കിൽ ഞാൻ സ്വപ്നയെ കല്യാണം കഴിക്കേണ്ടി വരില്ലേ? എന്താ കല്യാണം കഴിച്ചാൽ എന്താ? അത് നടക്കില്ല മോനെ. എന്താ നടക്കാത്ത? അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. പറഞ്ഞാലോട്ട് മനസ്സിലാവില്ല. എന്താ മനസ്സിലാക്കാത്തെ? എങ്ങനെ നല്ലച്ഛനാവുന്നേ? ഒട്ടും ഇഷ്ടമല്ല ഡാഡിക്ക്. അതാ നമ്മള് വേറെ വീട്ടിൽ ജനിച്ചാ മതിയായിരുന്നു. നിങ്ങളൊന്നും ഈ വീട്ടിൽ ജനിച്ചവരല്ലടാ, അറിയോ? സന്താനം. പിന്നെ എന്താ സാറേ, അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയാ കിടക്കൂ? അടിച്ചോ, അതിന് വിഷമമില്ല. എന്നാൽ ഒരു ദിവസം സത്യം അറിയണം ഈ അനാഥ പിള്ളേര്. അപ്പോഴേ ഇവന്മാര് മര്യാദ പഠിക്കുള്ളൂ. സന്താനം, പിള്ളേര് കേൾക്കെ പറയേണ്ട കാര്യമാണത്. ഇവരെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഊട്ടി ഉറക്കി വേണ്ടതല്ല വാങ്ങിക്കൊടുത്ത് പഠിപ്പിച്ച് വലിയവരാക്കാൻ സാറ് പെടുന്ന പാഠം എനിക്ക് മാത്രമേ അറിയൂ. പോയി ജോലി നോക്ക്. ഡ്രൈവർ അങ്കിൾ എന്താ പറഞ്ഞ ഡാഡി? അപ്പൊ ഞങ്ങളെല്ലാരും അനാഥ പിള്ളേരാ? ഡാഡി ഞങ്ങളുടെ ഡാഡിയല്ലേ? നേരായിട്ട് ഞങ്ങള് വേറെ വീട്ടിലാണോ ജനിച്ച ഡാഡി? ആരും അനാഥരല്ലടാ, ഞാനില്ലേ നിങ്ങൾക്ക്. എന്നാലും നിങ്ങളെല്ലാവരും ഒരു സത്യം അറിയണം. നിങ്ങളുടെ മമ്മി, എൻ്റെ ഭാര്യ, കല്യാണം കഴിഞ്ഞ് 2ാമത്തെ വർഷം കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി.
ജീവിതം തന്നെ അസ്തമിച്ച പോലെയായി എനിക്ക്. എന്തിനാണ് ഈ ചതി ചെയ്തതെന്ന് ദൈവത്തോട് പോലും ചോദിച്ചു. പക്ഷേ ഒരു സാധാരണ സെർവറായിരുന്ന എന്നെ ഒരു വലിയ ഹോട്ടൽ മുതലാളിയാക്കുന്നവരെ ദൈവം എന്നോട് കരുണ കാണിച്ചില്ലേ? അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞ ഇങ്ങനെയാ. അപ്പോഴാണ് അവൾ ഒരിക്കൽ കിടപ്പുമുറിയിൽ വെച്ച് എന്നോട് പറഞ്ഞത് ഓർത്തത്. അതെ, നമുക്ക് ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇഷ്ടപ്പെട്ട് 3 ആൺകുട്ടികൾ, പിന്നൊരു പെൺകുട്ടിയും. അവരെ നല്ല നിലയിൽ വളർത്തി വലിയ ആൾക്കാരാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അനാഥാലയത്തിൽ നിന്നും 4 കുഞ്ഞുങ്ങളെ ഞാൻ ദത്തെടുത്തു. അവരെ ഞാൻ വളർത്തി. എൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു അംബീഷനുമില്ല. മരിച്ചുപോയ എൻ്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിലല്ലേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. സ്കൂളിൽ പോണ്ട, കുളിച്ചെല്ലാവരും സ്കൂളിൽ പോടാ. അഴകപ്പൻ സാർ, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാ! ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാ? ദൈവത്തെ പോലെ നിങ്ങൾ എന്റെ മനസ്സിലിപ്പോ. ഞാൻ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തി അഴകപ്പൻ സാർ. നിങ്ങളെ സ്നേഹിക്കാൻ ഒരർഹത വേണം. അതെനിക്കില്ല സാർ. എനിക്ക് വേറൊന്നും വേണ്ട സാർ. ഇത്ര ദിവസത്തെ പരിചയത്തിൽ നിന്ന് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് തരണം സാർ. നമ്മുടെ ബന്ധത്തിനൊരു ഡെഫിനിഷൻ. ഇത് തമാശയായിട്ട് പറയാന്ന് വിചാരിക്കരുത്, സത്യമായിട്ട് പറയാം. എന്നെ നിങ്ങളുടെ മകളായിട്ട് സ്വീകരിക്കൂ സാർ. സ്വീകരിച്ച പോലെ വിചാരിച്ചാൽ മതി.